സാധാരണഗതിയിൽ ഞാൻ DMKയുടെ TB ജംഗ്ഷനിലുള്ള ഓഫീസിലാണ് സാധാരണ കിടന്ന് വരാറുള്ളത്. അവിടെ തന്നെ ഒരു റൂമിലാണ് ഞാൻ താമസിച്ച് വന്നിരുന്നത്. എന്നാൽ ഇടയ്ക്കൊരു ദിവസം, ഞാനില്ലാത്തൊരു ദിവസം ഒരു ഗൂണ്ടാക്രമണം അവിടെ ഉണ്ടായി. അത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കും. ഒരു രാത്രിയിൽ DMK ഓഫീസിൻ്റെ കതവ് ചവിട്ടി തുറന്ന് ഒരു സംഘം അക്രമികൾ വരികയും അത് തൊട്ടടുത്തുള്ള ബാങ്കിൻ്റെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ പെടുകയും പോലീസ് അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയും ചെയ്യുന്ന സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം അന്ന് പോലീസ് എന്നോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ പാർട്ടി ഓഫീസിൽ സുരക്ഷിതനല്ല, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ രാത്രി കാലങ്ങളിൽ അവിടെ തങ്ങരുത് എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ, അവിടെ ധാരാളം സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ രാത്രി കാലങ്ങളിൽ മാറി താമസിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ചാണ് ചെമ്മന്തൂരിൽ ആ കമ്പനിയിൽ ഞാൻ താമസിച്ച് വന്നത്. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ്. അവിടെ നിന്നും ഞാൻ ഇറങ്ങി വരുന്ന ഒരു സമയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഞാൻ കോളേജ് ജംഗ്ഷനിൽ വന്ന് കോളേജ് ജംഗ്ഷനിലെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് പതിവ് പോലെ ഞാൻ നോക്കുമ്പോൾ റോഡിൻ്റെ എതിർവശത്ത് ഈ പത്തക്കർ വാർഡ് കൗൺസിൽ നിൽപ്പുണ്ട്, പതിവില്ലാത്തതുപോലെ. അയാൾ എന്നെ നോക്കുകയും അയാൾ ബൈക്കിൽ കയറി പോവുകയും ചെയ്തു.